ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഗാഥയെ രക്ഷിച്ചതിൻ്റെ പേരിൽ മഹേശ്വരനെ വീട്ടിൽ എല്ലാവരും ചോദ്യം ചെയ്യുന്നു, പ്രത്യേകിച്ച് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി ചോദ്യം ചെയ്ത സമയത്ത് ഇതിൻ്റെ പേരിൽ ഇത്രയും വലിയൊരാളെ ഇങ്ങനെ പോലീസിൽ പിടിച്ചു കൊടുത്തതിൻ്റെ ഒക്കെ പിന്നാലെ വരുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇനി ആരും ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരില്ലെന്നും അതോർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് നമ്മുടെ മഹേശ്വരൻ. പിന്നെ ഇതിൻ്റെ പേരിൽ എന്നെ ഭരിക്കാനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ ഈ വീട്ടിൽ നിന്നും ആരും വരണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും വായ അടപ്പിച്ച് മഹേശ്വരനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയും അതുപോലെ മോഹിനി എല്ലാവരും, ലക്ഷ്മി, പവിത്ര എല്ലാവരും ഭയങ്കര ദേഷ്യത്തിൽ, സങ്കടത്തിൽ, കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ ഇത് പറഞ്ഞത് എന്നുള്ളൊരിതിൽ. അപ്പം അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം സുജാത ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നു, ഗാഥ തൊട്ടരികിലിരിക്കുന്നു. അങ്ങനെ മുഖം പകുതി കോടിപ്പോയൊരവസ്ഥയിലേക്കാണ് കിടക്കുന്നത് നമ്മുടെ സുജാത. ആ സമയത്ത് നന്ദയും അതുപോലെ തന്നെ ഗൗതവും കൂടി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗാഥ അമ്മയെ വിളിച്ചെഴുന്നേപ്പിക്കാൻ നോക്കാം. അമ്മേ, ഇത് നോക്കിക്കേ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നന്ദയ്ക്കാണ് സഹിക്കുന്നില്ല. നന്ദയ്ക്ക് ആകെ വിഷമമായി. അങ്ങനെ നമ്മുടെ സുജാത ഇവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും ഗൗതം തൊട്ടരികിൽ ചെന്നിരുന്നു. അപ്പോൾ ഇവരെ സമാധാനിപ്പിക്കണമല്ലോ. അപ്പോൾ ബുദ്ധിമുട്ടായല്ലേ എന്ന് ചോദിക്കുകയാണേ സുജാത. അന്നേരം എന്താ ആൻറ്റി ഇതിങ്ങനെയൊക്കെ പറയുന്നേ, ഇതൊക്കെ എൻ്റെ കടമയല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൗതം പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് ഗാഥ ഇങ്ങനെ നന്ദയെ നോക്കി സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പകുതി കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. അപ്പോൾ ആൻറ്റി വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നന്ദ. എന്തായാലും ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം നന്ദ പറഞ്ഞപ്പം താൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നന്ദയും അതുപോലെ ഗാഥയും കൂടെ പുറത്തേക്ക് പോയി. ഈ സമയത്ത് എന്താ സാറിന് അറിയേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോഴേക്കും നന്ദയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി എന്തെങ്കിലും അബദ്ധവശാൽ ഗൗതം അറിയോ എന്നൊക്കെയുള്ളൊരു പേടി. ആ പേടിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗാഥ വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചിക്ക് ടെൻഷൻ എന്ന്. അപ്പോൾ ഗൗതം സാറിന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ എന്ന് നന്ദ ഗാഥയോട് ചോദിക്കാം. അതാവോ ചിലപ്പോൾ ആൻറ്റിയോട് ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഈശ്വര, എന്താ ചെയ്യേണ്ടത്, സുജാത ആൻറ്റി എന്താവും പറയാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷനുണ്ട്. അപ്പോൾ ഇന്നത്തോടെ രഹസ്യങ്ങളെല്ലാം വിളിച്ച് താവോ എന്നൊക്കെ ഇങ്ങനെ നന്ദ നിന്ന് ചിന്തിക്കുക. അത് കേട്ടപ്പോൾ ഗാഥയ്ക്കും ആകെ വെപ്രാളവും ടെൻഷനും ഒക്കെ ആയി. ഇവരെന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ തല പുകഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി ആട്ടോ. പിങ്കി ഇങ്ങനെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ ഗൗതം, രാവിലെ ഓഫീസിലേക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ എന്നൊക്കെ ചോദിച്ചങ്ങ് ചെല്ലണം. ഗൗതം മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. മഹേശ്വരൻ അമ്മാവൻ ഒരു ടെൻഷനും ഇല്ലാതെ മുറിയിലുണ്ട്. അമ്മാവൻ പേഷ്യൻറ്റിനെ ഒന്ന് കാണാൻ പോലും പോയില്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല ഗൗതം. അപകടം പറ്റിയതും രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് ജീവൻ രക്ഷിച്ചതും അമ്മാവൻ്റെ അല്ലേ? ആ അമ്മാവനല്ലേ ഇവരെ കാണാൻ പോകേണ്ടത്. അയാളുടെ ഭാര്യയോട് അമ്മാവനില്ലാത്ത കാരുണ്യവും ശ്രദ്ധയാണല്ലോ അമ്മാവന്റെ മോനും മരുമകൾക്കും. അത് കേട്ടപ്പോ പിങ്കിക്ക് ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചു ഗൗതം. അല്ല, സ്വന്തം കുടുംബത്തോടില്ലാത്ത കെയറിങ് ആ സ്ത്രീക്കിപ്പം ഗൗതം കൊടുത്തോണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ ഗുട്ടൻസ് എന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോ ആ ഗുട്ടൻസിന്റെ പേരാണ് പിതൃസ്നേഹം. മനസ്സിലായോ? കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞ ഒരച്ഛനോടുള്ള മകന്റെ കടമ. എന്നിട്ട് അച്ഛനാ ചിന്തയില്ലല്ലോ. മഹേശ്വരൻ അമ്മാവൻ അങ്ങനൊരു കാര്യം നടന്ന മട്ട് പോലും കാണിക്കുന്നില്ലല്ലോ. അച്ഛൻ ചെയ്യേണ്ട കടമ അച്ഛൻ ഏതെങ്കിലും കാരണത്താൽ ചെയ്യാൻ പറ്റാതെ വന്നാൽ ആ കടമ ഏറ്റെടുത്ത് അച്ഛനു വേണ്ടിയും മക്കൾ അത് ചെയ്യും. അതാണ് നല്ല മക്കളുടെ ലക്ഷണമെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. ഓ, അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാ. എന്താ സംശയമുണ്ടോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചു മാത്രം ശീലമുള്ള മക്കൾക്ക് അത് മനസ്സിലായെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെയാണോ ഗൗതം ഉദ്ദേശിച്ചത്? ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച ആ ഒരു ഗണത്തിൽ പെടുന്ന സന്തതിയാണെന്ന് സ്വയം തോന്നുന്നെങ്കിൽ പിങ്കിയും അതിൽ പെടും. അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്തായാലും പിങ്കിക്കൊന്നും അറിയാനില്ലല്ലോ. അപ്പൊ ഈ കടമയും കടപ്പാടും ഒക്കെ ഏതറ്റം വരെ പോകുമെന്ന് പിങ്കി അന്നേരം ചോദിക്കുക ഗൗതത്തിനോട്. ആ സമയം അല്ല, മനസ്സിലായില്ല. അല്ല, ആ സ്ത്രീയുടെ മോളെ ഗൗതത്തിന്റെ സഹധർമ്മിണി നന്ദ ഇവിടെ കൊണ്ടുവന്ന് പെർമനന്റ് ആയിട്ട് വാഴിച്ചു. ഇനിയിപ്പോ ആശുപത്രിവാസം കഴിയുന്ന ആ അമ്മയെയും ഇവിടേക്ക് ഗൗതം ഇറക്കുമതി ചെയ്യുമെന്ന് ചോദിച്ചപ്പം അവരെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ
അതും ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ് നമ്മുടെ ഗൗതം. ഓ, അപ്പൊ അതിന് സാധ്യതയുണ്ടെന്ന് ചുരുക്കം അല്ലേ? അതെ, തീർച്ചയായും. അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കുടുംബത്തിന്റെ കാരണവത്തി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഉണ്ട്. അപ്പൊ ഇവിടെ ആരെങ്കിലും പാർപ്പിക്കാനും പരിചരിക്കാനും ഒക്കെ എന്റെ അനുവാദം കൂടി വേണ്ടേ ഗൗതം എന്ന് പിങ്കി ചോദിച്ചപ്പം ആ അനുവാദം പിങ്കിൽ നിന്ന് ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു. അഥവാ ഉണ്ടായില്ലെങ്കിൽ. അപ്പൊ പിങ്കി ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുവട്ടോ. പിങ്കി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിങ്കിക്ക് റബ്ബർ സ്റ്റാമ്പ് ആവേണ്ടി വരും എന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ഗൗതം. പിങ്കിയെ നാണം കെടുത്തി കളഞ്ഞു. വലിയ അവകാശം സ്ഥാപിക്കാൻ ചെന്നതാ. പിങ്കിയെ പൊളിച്ചടിക്കിയിട്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. പിങ്കി നാണം കെട്ടി നിൽക്കുകയാണ്. ദേ, ഈ വീട്ടിലെ കാരണവതി എന്ന് ഒരു സ്ഥാനം തന്നിരിക്കുന്നത് ഈ വീട്ടിലുള്ളവരുടെയും ഈ വീട്ടിലെ ചുറ്റുപാടുകളെ പറ്റിയും നോക്കാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ആ ധാർമ്മികതയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ തലതൊരക്കലല്ല. മനസ്സിലായല്ലോ? ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം വിശദമായിട്ട് പറഞ്ഞു തരാം, ഓക്കെ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. വലിപ്പ് കയറി പിങ്കി ഇങ്ങനെ നിൽക്കുക. ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഗൗതം തന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ എന്നുള്ളൊരു ദേഷ്യവും കൂടി ഉണ്ട് അതിൽ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാട്ടോ. നന്ദ ഇങ്ങനെ തൊട്ടരികിൽ നോക്കി നിൽക്കുമ്പോൾ മകൾ അമ്മയ്ക്ക് ചോറൊക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നലെ എന്താ ഗൗതം സാർ ചോദിച്ചത്? ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് എനിക്കുണ്ടാക്കി തന്നിയ ഭർത്താവിനെ കുറിച്ചായിരുന്നു കൂടുതലും ചോദിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗാഥയും നന്ദ ഇങ്ങനെ നോക്കുക. രാജേന്ദ്രൻ മരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നോക്കുക. ആന്റി എന്താ പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ എന്തു പറയാനാ, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഗൗതം ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞതായൊക്കെ പറയാം. അങ്ങനെ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് വയ്യാതായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും മതിയെന്ന് പറഞ്ഞു ഗൗതം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം അത് സമ്മതിച്ചില്ല എന്ന് പറയാം. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു ഇഷ്ടവുമില്ല, എനിക്ക് ആ വീട് വെറുപ്പാണെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പം അത് ആൻറ്റി പറഞ്ഞത് ശരിയാ, ആൻറ്റിക്ക് ഒരു സമാധാനവും അവിടെ ചെന്നാൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നന്ദ പറയൂ കേട്ടോ. അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആൻറ്റിക്ക് നല്ല സമാധാനമാണ് വേണ്ടത്, അവിടേക്ക് വന്നാൽ അത് കിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം സംസാരിച്ച് അവരവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗൗതത്തിന്റെ അരികിലേക്ക് ഒരു ബിഗ് ഷോപ്പ് നിറയെ സാധനങ്ങളുമായിട്ട് നമ്മുടെ ലക്ഷ്മി വരുക. ഇത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ, ഞാൻ നേരിട്ട് അങ്ങോട്ടല്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെന്ന് കരുതി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. മോനെ, അവിടെ കിട്ടുന്നൊക്കെ കഴിച്ചാലേ അതൊന്നും ശരിയാവില്ല, വൃത്തി ഉണ്ടാവില്ല. മോനെ, ഇതൊന്ന് കൊടുത്തിട്ട് പോവോ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ചിരിക്കുക. അപ്പൊ എന്താ മോനെ നീ ചിരിക്കുന്നേന്ന് ചോദിച്ചു. എൻ്റെ അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് കണ്ട് ചിരിച്ചതാണെന്ന് പറഞ്ഞു ഗൗതം. പിന്നെ ഇതൊന്നും അവിടെ എത്തിക്കാൻ നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടാടാ പറയാം. അപ്പൊ അതിന് അപേക്ഷിക്കണ്ട, കൽപ്പിക്കണം, ഈ ഫുഡ് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് പോടാന്ന് പറയണം എന്ന് ഗൗതം. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല, അമ്മ അങ്ങനെ പറയുന്നത് മോൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ കുഴപ്പം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് കുഴപ്പമാണെന്ന് അമ്മ ചോദിച്ചു. അച്ഛൻ ഒരു തല്ലിപ്പൊളി ആയി പോയില്ലേ എന്ന് പറഞ്ഞു. ദേ വേണ്ടാട്ടോ, അടി വാങ്ങിക്കുവേ. തമാശക്കാണെങ്കിൽ പോലും അച്ഛനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നമ്മുടെ ലക്ഷ്മി പറയുക. അത് പോട്ടെ, സുജാതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, ഡിസ്ചാർജ് ചെയ്യാറായോ എന്ന് ചോദിച്ചപ്പം അതൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. പിന്നെ കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതൊക്കെ ഭേദമാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മരുന്നുകൾ കൃത്യമായി കഴിക്കണം, ഫിസിയോതെറാപ്പി മുടക്കരുതെന്നാ പറഞ്ഞത്. പിന്നെ ഡിസ്ചാർജ് ചെയ്താലും എല്ലാ ആഴ്ചയും ചെക്കപ്പിന് പോകണം തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. അയ്യോ, ഡിസ്ചാർജ് ചെയ്ത് ചെമ്പമേട്ടിന് പോയാൽ ആഴ്ചയിൽ ചെക്കപ്പിന് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ മോനെ? അപ്പൊ അതേന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത്തരം ദൂരം ട്രാവൽ ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. അമ്മേ, നമുക്ക് ഇവിടെ നിർത്തിയാലോ, എന്താ അമ്മയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് മഹേശ്വരൻ ഒളിച്ചു നിന്ന് കേൾക്കാനായിട്ട് വരും ഇവരെന്താ പറയുന്നതെന്ന്. അതമ്മ അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് നമ്മുടെ ലക്ഷ്മി. മഹേശ്വരൻ ഞെട്ടി. 2 ഭാര്യമാരും ഒരു വീട്ടിൽ, അതാണ് മോനെ വേണ്ടത് എന്ന് ലക്ഷ്മി പറയണു. ഗൗതം സമ്മതിക്കുന്നു. അവരെ ഇവിടെ നിർത്തി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വിട്ടാൽ മതിയെന്നും അമ്മ നോക്കിക്കൊള്ളാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അതൊക്കെ കേട്ടോ മഹേശ്വരൻ നടുങ്ങി വരച്ച് നിൽക്കുക കേട്ടോ. അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളിൻ്റെ ഭാര്യയല്ലേ, ആ കടപ്പാട് എന്ത് ചെയ്താലും തീരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷ്മിയും ഗൗതവും കൂടെ ആ തീരുമാനം എടുക്കുന്നു. അങ്ങനത്തെ അവർ 2 പേരും കൂടെ ആ തീരുമാനമൊക്കെ എടുത്ത് മഹേശ്വരൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. ഈശ്വര, എല്ലാം കൈവിട്ട് പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ സമയം ഡോക്ടർ വരുന്നു, നമ്മുടെ സുജാതയെ പരിശോധിക്കുന്നു. പിന്നെ ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നന്ദിയോട് പറയുന്നു. അപ്പോൾ ചെമ്മൻമേട്ടിൽ നിന്ന് ഓടിയെത്താനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ.
അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് മോള് ഗൗതം സാറിനോട് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുജാത പറയാം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട, അതിന്റെ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സുജാതയും അതുപോലെ നമ്മുടെ നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുജാതയെ പറ്റി നന്ദയും ഗൗതവും സംസാരിക്കും. അങ്ങനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അത്രയും വലിയ വീടും അത്രയും മുറികളൊക്കെ അവിടെ ഉള്ളപ്പോൾ എന്തിനാ വാടക വീടിനെ പറ്റി ചിന്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ നന്ദ ഇങ്ങനെ പറയുന്നതൊന്നും ഗൗതം അംഗീകരിക്കുന്നില്ല. സിറ്റിയിൽ എവിടെ ഒരു വീടെടുത്ത് കൊടുത്താലും നമ്മുടെ വീട്ടിലെ പോലെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതില്ല, പക്ഷെ സാഹചര്യം ആ കുട്ടിക്ക് ബാലാജിയുടെ ഭീഷണി ഉണ്ടെന്ന് പറയുന്നു. അവനകത്തു പോയി എന്ന് കരുതി ഭീഷണി ഇല്ലാതാകുന്നില്ലെന്നും അതുകൊണ്ട് കുറച്ചുകൂടി റിസ്ക് ആണെന്നും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചാ അവരെ ഇവിടെ തനിച്ചാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നന്ദയോട് ഗൗതം. ഗാന്ധി ഇന്ത്യ വരത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതിന് തന്നെ അവിടെ വല്ലാത്ത എതിർപ്പുണ്ടായതല്ലേ, ഇനിയും വേണ്ട സാർ എന്നാണ് നന്ദ പറയുന്നത്. എന്നാ അച്ഛനും അതിഷ്ടമല്ല, പിന്നെ നമ്മൾ എന്തിനാ ആ റിസ്ക് എടുക്കുന്നത്, പിന്നെ അവരാരും സമ്മതിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ എതിർപ്പുകൾ എന്ത് കാര്യത്തിനും അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മള് ഇതത്ര പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ വരത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു, അവർക്ക് താല്പര്യമില്ല, വേണ്ട, അത്രേ ഉള്ളൂ, നമുക്ക് അങ്ങനെ വീട്ടിൽ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ അവരെ നിർബന്ധിക്കേണ്ട സാർ, അവർക്ക് എന്താണോ സൗകര്യം അതുപോലെ അവർ ചെയ്യട്ടെ എന്നൊക്കെ നന്ദ പറഞ്ഞപ്പം ശരി, വീണ്ടും തലവേദന ഉണ്ടാക്കാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് ഗൗതം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. മഹേശ്വരനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുക. എന്നിട്ട് അപ്പുറം പോയി നിന്ന് ആരും കാണാതെ വെള്ളം അടിക്കുക കേട്ടോ, കാരണം മനസമാധാനത്തിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മുടെ പിങ്കി അതിലെ വരുന്നത്. പിങ്കി അതിൽ ഇറങ്ങി വന്നപ്പം ഇതെന്താ രാവിലെ തന്നെ തുടങ്ങി അമ്മാവാ എന്നൊക്കെ ചോദിച്ചു. അമ്മാവൻ ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. വല്ലപ്പോഴും മാത്രം കഴിച്ചിരുന്ന ആള് പെട്ടെന്നെന്താ ഇപ്പം ഇങ്ങനെ തുടങ്ങുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ അങ്ങനെ ശീലമൊന്നുമല്ല, പിന്നെ പെട്ടെന്നൊരു മൂഡ് തോന്നി കഴിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പം അല്ല അമ്മാവന് ഇതെന്ത് പറ്റിയെന്ന് പിങ്കി, കുറച്ച് ദിവസമായിട്ട് നല്ല മൂഡില്ല അല്ലല്ലോ, എന്താ കുഴപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു. അല്ല സുജാത ആന്റിയെ കാണാൻ പോകാത്തത് എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പം മിണ്ടാട്ടം മുട്ടി. ജീവൻ രക്ഷിച്ച ആളിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചപ്പം രാജേന്ദ്രനല്ലേ എന്റെ ജീവൻ രക്ഷിച്ചത്, അല്ലാതെ അയാളുടെ ഭാര്യയൊന്നും അല്ലല്ലോ, അവർക്ക് ഹോസ്പിറ്റലിൽ വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോ എന്താ ഞാൻ അവർക്ക് പോയി കൂട്ടിരിക്കണോ, അതാണോ നീ പറഞ്ഞു വരണേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പം അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, പിന്നെ അല്ല അമ്മാവൻ ഗാന്ധി അവരെ ഏൽപ്പിക്കാനല്ലേ ഇവിടുന്ന് കൊണ്ടുപോയത്, പക്ഷെ അവര് നേരെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു, അതാ ഞാൻ ചോദിച്ചത്, ഇവിടെ വെച്ചാണെങ്കിൽ അവർ കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ട് സ്ട്രോക്ക് വന്ന് വീഴുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് മഹേശ്വരൻ ഉത്തരം മുട്ടി നിൽക്കാം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിട്ട് നടക്കാതെ പിങ്കി, ഇവിടെ അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ, അതിനിടയിൽ ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് നേരമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് മഹേശ്വരൻ അങ്ങ് പോയി. അമ്മാവൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണല്ലോ, അമ്മാവൻ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് സുജാത ആന്റിയും അതുപോലെ ഗൗതവും അതുപോലെ നമ്മുടെ നന്ദയും കൂടി നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ സുജാത ആന്റിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിപ്പോൾ ഇത് സമ്മതിക്കുന്നത്, എനിക്കിപ്പോഴും അങ്ങോട്ട് പോകുന്നതിൽ യാതൊരു താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാ സാർ, ആത്മാവ് എപ്പോഴും സ്വന്തം വീട്ടിലാ, തിരിച്ചവിടേക്ക് എത്തുന്നത് വരെ ആകെ ഒരു അങ്കലാപ്പാണെന്നൊക്കെ നന്ദ. അപ്പൊ അത് ശരിയാ, നമ്മുടെ അമ്മയും ഇത് തന്നെയാ പറയാറ്, ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് വീട് വിട്ടിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഗൗതം. എന്തായാലും സുജാത ആന്റിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അവിടെ ഗൗതം സാർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദ പറഞ്ഞപ്പം പിന്നെ ഒരു ഹോം നേഴ്സിനെ കൂടി ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവരോട് എത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഗാഥയും സുജാതയും ചിരിക്കുക. ആഴ്ചയിൽ ഒരിക്കലുള്ള ചെക്കപ്പിന് ഞാനൊരു വണ്ടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിലും ഒരു ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗൗതത്തെക്കുറിച്ച് ഓർത്തിങ്ങനെ സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ മിഥുനെ അവിടെ വെച്ച് കാണുന്നത്. മിഥുനെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു, ഇന്നാണ് ഡിസ്ചാർജ് ആയെന്നൊക്കെ പറഞ്ഞു. അതാ ഇങ്ങോട്ടൊന്ന് കടക്കാൻ പോലും പറ്റാതായി പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ മിഥുൻ ഇങ്ങനെ നിന്ന് പറയണം. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇവർ നിൽക്കുക. അപ്പം ആൻറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പം എന്ത് പ്ലാൻ, ഇവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ചെമ്പം വീട്ടിലേക്കൊന്ന് മിഥുൻ ചോദിച്ചു. അതെ എന്താ, അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് മിഥുൻ ചോദിക്കാം. അപ്പം എന്താ കാര്യമെന്ന് നന്ദ ചോദിച്ചു. ഇന്നലെ രാത്രി സുജാന്റിയുടെ വീടിന് നേരെ അവര് നാടൻ ബോംബ് എറിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ആ വീട് നഷ്ടപ്പെട്ടതായുള്ള കാര്യങ്ങൾ ഇതേ പുറത്തു വരുന്നു. ഇവര് കേട്ട് അന്താളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.